അപ്പോൾ ഇതൊരു പസിൽ ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റനിൽ നിന്ന് തന്നെ നമുക്കിവിടെ 2 ചോദ്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ 2 ക്വസ്റ്റൻസ് വന്നിരിക്കുന്ന ഒരു പസിലാണിത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ പസിൽ ക്വസ്റ്റൻസ് ആണ് അല്ലേ. എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ശ്രദ്ധിക്കുക. ഇൻസ്ട്രക്ഷൻ്റെ വലിപ്പം കൂടുതലാണ് അല്ലേ, നേരത്തെ ക്വസ്റ്റനേക്കാളും കുറച്ചുകൂടി വലുതാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റൻസും ഇവിടെ കുറച്ചെണ്ണം കൂടുതലുണ്ട്. ഓക്കെ, 3, 4, 5 3 ക്വസ്റ്റൻസ് ആണ് ഇതിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റനും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയഗ്രാം വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ് SBI POയുടെ 2020 പ്രിലിംസ് എക്സാമിനേഷനിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെയും 3 ക്വസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. 1, 2 ക്വസ്റ്റൻസ് ആണ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലി ഇതിൽ 3 ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ IBPS RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഓരോ വീഡിയോസ് വരുന്നുണ്ടാകും. സോ അത് ഓരോ വീഡിയോസും കണ്ട് എങ്ങനെയാണ് ക്വസ്റ്റൻസ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ ഒരു ടോപ്പിക്കാണ്. ബ്ലഡ് റിലേഷൻഷിപ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ക്വസ്റ്റൻസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ. സോ ഇത് നിങ്ങൾക്ക് കാണാം, RRB ക്ലർക്ക് പ്രിലിംസ് എക്സാമിനേഷൻ 2021 ക്വസ്റ്റൻ പേപ്പറിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റൻ വായിച്ചു നോക്കാം. There are 8 members T, U, V, W, X, Y and Z in a family. Z is grandfather of U and father of X. Next പറയുന്നു Y is mother of T, V is mother of U and wife of X. T is sister of X, W is mother of V, U is sister of S. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പസിൽ ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റനിൽ നിന്ന് തന്നെ നമുക്കിവിടെ 2 ചോദ്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ 2 ക്വസ്റ്റൻസ് വന്നിരിക്കുന്ന ഒരു പസിലാണിത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ പസിൽ ക്വസ്റ്റൻസ് ആണ് അല്ലേ. എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ 8 മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറേഷൻസിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈമറായിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, എങ്കിലാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ Z is grandfather of U എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം U ഏറ്റവും താഴത്തെ ജനറേഷനും Z മുകളിലത്തെ ജനറേഷനും വരണം എന്നാണ്. വീണ്ടും ഫാദർ ഓഫ് X എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരായിരിക്കണം? X നടുവിലത്തെ ജനറേഷനുള്ള ആളായിരിക്കണം. അപ്പോൾ ഈ ഒരു ലേ ഔട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ ജസ്റ്റ് സോൾവ് ചെയ്യാം. നമ്മളിത് വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ടൈമർ ഇട്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റൻ ജസ്റ്റ് സൊല്യൂഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ടൈം സ്റ്റാർട്ട്സ് നൗ. ഫസ്റ്റ് പറയുന്നു Z is grandfather of U അല്ലേ. അപ്പോൾ ഇവിടെ ഒരാൾ, പിന്നെ ഇവിടേക്ക് നമുക്ക് U തന്നു, ആൻഡ് ഫാദർ ഓഫ് X. അപ്പോൾ X ഇവിടെ നടുക്ക് വന്നു. നെക്സ്റ്റ് ഇവിടെ V is mother of U എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ Xൻ്റെ വൈഫ് ആയിരിക്കണം, ഇവിടേക്ക് V. സോ ഇത് സൺ ആണായിരിക്കും. ആൻഡ് V is mother of U and wife of X നമ്മൾ എടുത്തു. T is sister of X തന്നിട്ടുണ്ട്. സോ അതിനെ പ്ലേസ് ചെയ്തു. W is mother of V, അതിനെ പ്ലേസ് ചെയ്തു. U is sister of S. സോ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 25 സെക്കൻഡ്സിൽ ഏകദേശം നമ്മുടെ ഡയഗ്രാം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് ഏതെങ്കിലും വിട്ടുപോയോ? സോറി Y is mother of T ഉണ്ട് അല്ലേ, അത് മാത്രം നമ്മളിവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഹസ്ബൻഡിൻ്റെ വൈഫായിരിക്കും നമുക്കിവിടെ Y ആയിട്ട് വരും, അത് മാത്രം വിട്ടുപോയി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ബ്ലഡ് റിലേഷൻഷിപ്സിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എപ്പോഴും നമ്മുടെ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് പസിൽസ് സോൾവ് ചെയ്യാം. എസ്പെഷ്യലി ഇപ്പോൾ തന്നിരിക്കുന്നത് ആൽഫബറ്റിൻ്റെ ഒക്കെ പേരാണ്. ഇപ്പം നോർമൽ ആൾക്കാരുടെ പേരുകളാണെങ്കിൽ ഇപ്പോൾ ശില്പ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം ഗേളുടെ പേരാണെന്നല്ലേ. അതുപോലെ ഇപ്പം മേ ബി കിരൺ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേൾ ആണോ ബോയ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതേസമയം നമുക്ക് കാർത്തിക് എന്ന് കേൾക്കുകയാണെങ്കിൽ അറിയാം അവിടെ അതൊരു ബോയുടെ പേരാണ് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ജെൻഡർ മിസ്സായി പോകാതിരിക്കാൻ ഈ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഡയഗ്രാം കിട്ടി. നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. സോ 25 സെക്കൻഡ്സ് വെച്ച് നമുക്ക് ഡയഗ്രാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 പസിൽസ് ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പസിലിൽ നിന്ന്. അത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി അല്ലേ. നമ്മുടെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, ഹൗ ഇസ് T റിലേറ്റഡ് ടു S? അപ്പോൾ Tയും Sഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇത് ഇവരുടെ മകനാണ് അല്ലേ. അച്ഛൻ്റെ സിസ്റ്റർ എന്ന് വെച്ചാൽ ആണ്ടാണ്. 5 സെക്കൻഡ് വേണ്ട,
നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, 25 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇവിടേക്ക് ഡയഗ്രാം വന്നിട്ടുണ്ട്. ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാക്സിമം 10 സെക്കൻഡ് മതിയായിരിക്കും. സോ 25 + 10 സെക്കൻഡ്സ് 35 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഹൗ എക്സ് ഇസ് റിലേറ്റഡ് ടു ഡബ്ല്യു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ എക്സ് ഡബ്ല്യുയുടെ ആരാണെന്നാണ് അടുത്ത ചോദ്യം. സോ എക്സ് ഇതാ ഇവിടെയുണ്ട്, ഡബ്ല്യു ഇതാ ഇവിടെയുണ്ട് അല്ലേ. സോ മകളുടെ ഹസ്ബൻഡാണ്, അപ്പോൾ അതിനെന്താ പറയുക, സൺ ഇൻ ലോ എന്ന് പറയും. സോ വളരെ ഈസി ആയിട്ട് ഇതും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പസിലാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം RBI ഗ്രേഡ് ബി എക്സാമിനേഷൻ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. ഇതൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇൻസ്ട്രക്ഷൻ്റെ വലിപ്പം കൂടുതലാണ് അല്ലേ, നേരത്തെ ക്വസ്റ്റ്യനേക്കാളും കുറച്ചുകൂടി വലുതാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഇവിടെ കുറച്ചെണ്ണം കൂടുതലുണ്ട്. ഓക്കെ, 3, 4, 5 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡയഗ്രാം വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. സോ വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കാം. കെ ഈസ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് സെഡ്. അപ്പോൾ കെനെ നമ്മൾ എവിടെ വെക്കണം, ഏറ്റവും താഴെ വെക്കണം. സെഡ് ഏറ്റവും മുകളിലേക്ക് വരണം. ഹൂ ഈസ് മാരീഡ് ടു ഡി. ഹൂ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കണം, നെക്സ്റ്റിൽ വന്നിരിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. നെക്സ്റ്റ് പറയുന്നു എൻ ഇസ് ബ്രദർ ഇൻ ലോ ഓഫ് സെഡ്. അപ്പോൾ എൻ ബ്രദർ ഇൻ ലോ ഓഫ് സെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും, വൈഫിൻ്റെ ബ്രദർ. ഹു ഹാസ് 2 ഡോട്ടേഴ്സ് ബട്ട്, ഇനി വീണ്ടും ആർക്കാണ് 2 ഡോട്ടേഴ്സ്, സെഡിന് 2 ഡോട്ടേഴ്സ് ഉണ്ട് ബട്ട് നോ സൺ. ഐ ഈസ് കസിൻ ഓഫ് ജെ ആൻഡ് ബ്രദർ ഓഫ് കെ. ആരാന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് നേരെ ഐയും ജെയും കെയും എടുത്ത ആൻസർ കിട്ടുമോ, ഇല്ല. നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ളത് വേണം എടുക്കാൻ. ഓക്കെ, സോ ഇവിടെ കെ എന്ന് പറയുന്നുണ്ട്. സോ ഐ ഈസ് കസിൻ ഓഫ് ജെ ആൻഡ് ബ്രദർ ഓഫ് കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ വീണ്ടും ഐനെ നമുക്ക് ജസ്റ്റ് ബ്രദർ ആയിട്ട് വെക്കാം, ജെ ആരാന്ന് അറിയില്ല. എഫ് ആൻഡ് ഡി ആർ സൺ ഇൻ ലോസ് ഓഫ് ഡി. സോ ഡിയുടെ ഹസ്ബൻഡ്, പെൺമക്കളുടെ എന്താ പറയുക, ഹസ്ബൻഡ്സ് ആയിരിക്കും. ഈ ഹാസ് 2 ഡോട്ടേഴ്സ് ആൻഡ് 1 സൺ. ആൻഡ് നെക്സ്റ്റ് എഫ് ഹാസ് 1 സൺ ആൻഡ് 1 ഡോട്ടർ. ജി ആൻഡ് എച്ച് ആർ ദി ഡോട്ടേഴ്സ് ഓഫ് സി. ഡബ്ല്യു ഈസ് ഓൾസോ മെമ്പർ ഓഫ് ദ ഫാമിലി. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, വീണ്ടും ഇവിടെ ഇത്രയും കൂടി നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നേരത്തെ ക്വസ്റ്റ്യനേക്കാളും ചിലപ്പോൾ ഇച്ചിരിയും കൂടി ടൈം എടുക്കും. ബട്ട് സ്റ്റിൽ അറ്റ് എ ടൈം നമുക്ക് 3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം, നമുക്ക് വീണ്ടും ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ടൈമർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലൂകളും എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടേംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ടേംസ് ഒക്കെ ഏതാ ഉദ്ദേശിക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കെ ഈസ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് സെഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യം കെ ഇവിടെ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് സെഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നടുക്ക് ഇവിടെ ആരോ ഉണ്ട്. സെഡ് ഇസ് മാരീഡ് ടു ഡി ആണെന്ന് തന്നിട്ടുണ്ട്. എൻ ഇസ് ബ്രദർ ഇൻ ലോ ഓഫ് സെഡ്. സോ എൻ ഇവിടെ നൗ ഹു ഹാസ് 2 ഡോട്ടേഴ്സ്. അപ്പോൾ ഇയാൾക്കാണ് 2 ഡോട്ടേഴ്സ് ഉള്ളത്, ഡോട്ടർ 1 ആൻഡ് ഡോട്ടർ 2. നൗ ഐ ഈസ് കസിൻ ഓഫ് ജെ ആൻഡ് ബ്രദർ ഓഫ് കെ. സോ ഇവിടെ ഐ ആണ് ഇവിടെ ബ്രദറായിട്ട് തന്നിരിക്കുന്നത്. എഫ് ആൻഡ് ഡി ആർ ദ സൺ ഇൻ ലോസ്. അപ്പോൾ ഇത് ഒരാൾ എഫും അടുത്തയാൾ ഡിയും തന്നിട്ടുണ്ട്. ഈ ഹാസ് 2 ഡോട്ടേഴ്സ് ആൻഡ് 1 സൺ. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ഡോട്ടേഴ്സ് ആൻഡ് 1 സൺ ഇവിടെ നമുക്ക് ഈൻ്റെ കേസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3 പേരെ വെക്കാം. എഫ് ഹാസ് 1 ഡോട്ടർ ആൻഡ് 1 സൺ. അപ്പോൾ ഇവിടെ ആയിരിക്കും ദ സണ്ണും മറ്റേത് ഡോട്ടറായിട്ടും വരിക. സോ കെ ആൻഡ് ഐ ഇവിടെയുള്ള ആളുടെ ആയിരിക്കും. സോ അത് എഫ് ആണ്. ഡബ്ല്യു ഇസ് ഓൾസോ മെമ്പർ. അപ്പോൾ ഇവിടെ ഡബ്ല്യുവിനെ പ്ലേസ് ചെയ്യാം. 3 പേരുടെ പേര് തന്നിട്ടുണ്ടോ, ജി ആൻഡ് എച്ച് ആർ ഡോട്ടേഴ്സ് ഓഫ് സി. അപ്പോൾ ഇവിടെ ആണ് സി വന്നിട്ടുണ്ടാവുക. സോ അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇവിടെ സി വന്നിട്ടുണ്ട് അല്ലേ. ആരൊക്കെയായിരുന്നു, ജിയും അതുപോലെ തന്നെ എച്ചും ആൻഡ് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡബ്ല്യു. അത് നമ്മൾ ഫില്ല് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ഏകദേശം 1 മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് അല്ലേ, നമ്മൾ പറഞ്ഞ് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ ഡയഗ്രാം നമ്മൾ ഏകദേശം വരച്ചു. ഇനി ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം, 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം അല്ലേ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുക, ജസ്റ്റ് നോക്കുക. ഫസ്റ്റത്തെ ചോദ്യം, ഹൗ സെഡ് ഇസ് റിലേറ്റഡ് ടു ഐ അക്കോർഡിംഗ് ടു ദ ഗിവൺ ഇൻഫർമേഷൻ. സോ സെഡ് ഐയുടെ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് സെഡ് ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് ഐ ആണെന്ന് തന്നിട്ടുണ്ട്. സോ സെഡിൻ്റെ ജെൻഡർ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും നിർവാഹം ഉണ്ടോ, ഇല്ല. സോ അതുകൊണ്ട് ഇതിൽ അച്ഛൻ ആരും അമ്മ ആരെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഹൗ ഇ ഈസ് റിലേറ്റഡ് ടു ഡബ്ല്യു അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സോ ഇവിടെ ഡബ്ല്യു ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്. ആരാണിത്, ഇവിടെ ഇത് മാൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഡബ്ല്യു ഇവിടെ നേരത്തെ നമുക്ക് കണ്ടല്ലോ വൈഫാണ് വരുന്നത്. അപ്പോൾ ഇത് ആരായിരിക്കും, ബ്രദർ ഇൻ ലോ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. ബ്രദർ ഇൻ ലോ നമ്മുടെ ഓപ്ഷൻ നമ്പർ 3യിലും വന്നിട്ടുണ്ട്.
തന്നിട്ടുണ്ട്. ഇനി അടുത്തതിൽ ഹൗ മെനി കപ്പിൾസ് ആർ ദെയർ ഇൻ ദ ഫാമിലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര കപ്പിൾസ് ഉണ്ട്? അത് ഭയങ്കര ഈസിയാണ്. ഇതാ ഇവിടെയുള്ള ഒരു കപ്പിൾ, ഇവിടെ ഒരു മാരീഡ് കപ്പിൾ, ഇവിടെ ഒരു മാരീഡ് കപ്പിൾ. സോ എത്ര കപ്പിൾസ് ഉണ്ട്? 3 മാരീഡ് കപ്പിൾസ് ആണ് ഈ ഒരു ക്വസ്റ്റനിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ കുറച്ച് ടൈം എടുക്കും. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ക്വസ്റ്റൻസ് ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. സോ 60 സെക്കൻഡ്സ് ഇവിടെ ഡയഗ്രാമിന് എടുത്തു. പക്ഷേ 3 ക്വസ്റ്റൻസ് ഉള്ളത് ഭയങ്കര ഈസിയാണ്. സോ അതിന് മാക്സിമം ഒരു 10 സെക്കൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് 10 സെക്കൻഡിൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാക്സിമം ടൈമാണ്. നിങ്ങളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ടൈം എടുത്തു എന്ന് വരില്ല. ബട്ട് സ്റ്റിൽ ഏകദേശം നമ്മൾ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് സാവധാനം ചെയ്യുകയാണെങ്കിൽ വരുന്ന ടൈമാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ ഇങ്ങനെയാണ് നമ്മുടെ പസിൽസ് സോൾവ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വീണ്ടും ഒരു പസിൽ കൂടിയുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രാം കാണാൻ, ഡയഗ്രാം വരയ്ക്കാൻ സ്പേസ് നമുക്കിവിടെ വരയ്ക്കാം. സോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ്. SBI POയുടെ 2020 പ്രിലിംസ് എക്സാമിനേഷനിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെയും 3 ക്വസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം 2 ക്വസ്റ്റൻസ് ആണ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലി ഇതിൽ 3 ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? പസിൽ തന്നെയാണ്, വായിച്ചു നോക്കാം. 8 persons, that is A, B, C, D, E, F, G and H are from the same family of 3 generations with 2 couples. E is the, ഓക്കെ, അപ്പോൾ ഇവിടെ 2 കപ്പിൾസും 3 ജനറേഷൻസും ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ അധികവും മുകളിലൊരു കപ്പിൾ, താഴെ ഒരു കപ്പിൾ, പക്ഷേ ചിൽഡ്രൻ താഴേക്ക് വരും. അങ്ങനെ ആയിരിക്കാം, അവിടെ നിർബന്ധമല്ല, അങ്ങനെ ആയിരിക്കും ഐഡിയ വരിക അല്ലേ. സോ 3 ജനറേഷൻ എന്തായാലും നമുക്ക് വരും. സോ ഇവിടെ ഒരു ജനറേഷൻ, ഇവിടെ ഒരു ജനറേഷൻ, ഇവിടെ ഒരു ജനറേഷൻ, ഇങ്ങനെയായിരിക്കും വരിക. നെക്സ്റ്റ് പറയുന്നു E is the only sister-in-law of D who is the brother of C. സോ ഇവിടെ D is the brother of C. അപ്പോൾ ഈ ആണ് സിസ്റ്റർ-ഇൻ-ലോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ നമുക്കറിയില്ല, ജസ്റ്റ് നോക്കാം. C is not the spouse of E but the mother of B. സോ ബട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? C is the mother of B എന്ന് തന്നിട്ടുണ്ട്. A is the father of only one child who is E, whereas G is the father of F who is a female member. Okay, so A is the father of only one child who is E. അപ്പോൾ എയുടെ അച്ഛനാണ് E എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ E-നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. whereas G is the father of F who is a female member. Now ഇവിടെ ആരാണ്? F ഫീമെയിൽ മെമ്പർ ആണ്. F has only one brother and doesn't have any cousins. അപ്പോൾ കസിൻസ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചിൽഡ്രൻ ഇത് താഴെയുള്ള ജനറേഷനിലുള്ള ആളായിരിക്കും. കസിൻ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ബ്രദറിനും അല്ലെങ്കിൽ അങ്കിളിനും ആട്ടിക്കും വേറെ മക്കൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ആ 2 ചിൽഡ്രൻ മാത്രമാണ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. D is not married to E, H is the married male person. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനേക്കാളും കുറച്ചും കൂടി വേഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. സോ നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നു. ടൈം സ്റ്റാർട്ട്സ് നൗ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു E is the only sister-in-law of D. സോ E ആണ് ഇവിടെ സിസ്റ്റർ-ഇൻ-ലോ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ഒരു ബ്രദർ ഉണ്ടാകും. സോ D-ൻ്റെ ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നു D is not married to E. ഓക്കെ, അതിവിടെ ഓൾറെഡി അറിയാം. നെക്സ്റ്റ് ഇവിടെ ഇവിടെ A is the father of only child who is, ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ A തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നു C is not the spouse. ഓക്കെ, who's brother of C എന്ന് പറയുന്നുണ്ട്. സോ ഇത് ആരാണ്? C-യുടെ ബ്രദർ ആണ്. അപ്പോൾ C-നെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. Now F who is a female member, F has only one brother എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് H is the married male person എന്നും നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് നെക്സ്റ്റ് എടുക്കാൻ പറ്റുന്നത് A is the father of only child and G is the father of F. ഓക്കെ, സോ who is a female member? അപ്പോൾ ഇവിടേക്ക് G വരേണ്ട ആരായിട്ടായിരിക്കും? ഇയാളുടെ ഹസ്ബൻഡ് ആയിട്ടായിരിക്കും. സോ F ഇവിടെ ഫീമെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ കസിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. they don't have any cousins. അപ്പോൾ ഇത് വെച്ചിട്ട് ഓക്കെ ഫൈൻ. അപ്പോൾ ഏകദേശം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ മെൻഷൻ ചെയ്യാത്ത H is the married male person ആണ്. അപ്പോൾ ഇവിടെ H ആരായിരിക്കും? ഈയുടെ ഹസ്ബൻഡ് ആയിരിക്കും. ഇത് മാത്രമാണ് വരുന്നുള്ളൂ. ഇനി നമുക്ക് മെൻഷൻ ചെയ്യാത്ത ആരെങ്കിലും ഒരാളുണ്ടോ? മദർ ഓഫ് ബി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെയാണ് ബീനെ നമുക്ക് വെക്കുക. സോ ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഏകദേശം ഡയഗ്രാമിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ഫില്ല് ചെയ്തു. ബിയുടെ ജെൻഡർ മാത്രം നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, F has only one brother ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഡയഗ്രാം നമ്മളിവിടെ ഫില്ല് ചെയ്തു. ഇനി നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹൗ ഇസ് H റിലേറ്റഡ് ടു ബി? സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കൊടുക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് ഹൗ ഇസ് H റിലേറ്റഡ് ടു ബി എന്നാണ് നമ്മളുടെ ചോദ്യം അല്ലേ. സോ H ഇവിടെ ആരാണ്? ബിയുടെ. ജസ്റ്റ് നോക്കിക്കേ, ഇവിടെ അങ്കിളാണ് അല്ലേ. സോ പാരൻറ്റിൻ്റെ ബ്രദർ എന്ന് വെച്ചാൽ അങ്കിളാണ്. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള അങ്കിളാണ് കറക്റ്റ് ആൻസർ വരുന്നത്.
ഹൂ അമംഗ് ദി ഫോളോയിങ് ഇസ് ദി ബ്രദർ ഇൻ ലോ ഓഫ് ഡി എന്നാണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഡിയുടെ ബ്രദർ ഇൻ ലോ? ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാം ജി ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ എ ശരി ഉത്തരം വരും. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ, 3 ക്വസ്റ്റ്യൻ എടുത്തില്ല. 3 ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ അപ്പോൾ ഇതുപോലെയുള്ള ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ IBPS RRB സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ടുള്ള എന്ത് ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാം ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അൺലിമിറ്റഡ് ആക്സസ് ടു റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകളും നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അടക്കമുള്ള സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കാതെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതുവരെ നിങ്ങൾ നമ്മുടെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ മസ്റ്റായിട്ട് അതുകൂടി ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.